ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2025 ഒക്ടോബർ 19 തീയതി മുതൽ ഒക്ടോബർ 25 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വാരഫല വീഡിയോ ചെയ്തിരിക്കുന്നത് കവടി പ്രശ്നത്തിലൂടെ, അതായത് ഓരോ രാശിക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയും അതുപോലെ തന്നെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വാരം. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും സരസ്വതി ദേവി കടാക്ഷമുള്ള നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ ആ രീതിയിൽ മുൻപോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പൊതുവെ മേടക്കൂർ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ വീട്ടിലേക്ക് വിരുന്നുകാരായി വരാനുള്ള ആ ഒരു ഭാഗ്യം, അങ്ങനെയുള്ള ഭാഗ്യവും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ക്ഷേത്ര സന്ദർശനത്തിനുള്ള ഭാഗ്യവും അതുമായി ബന്ധപ്പെട്ട് മാനസികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു പൂർണ്ണമായിട്ടും ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വാരം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ളൊരു വാരമാകും വരാൻ പോകുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇടവക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. നിത്യവും കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു വാരം. തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഔദ്യോഗികപരമായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള, ചെറിയ ടെൻഷൻസ്, ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, അത് നിമിത്തമുള്ള ആരോഗ്യപരമായിട്ടുള്ള ഓവർ ടെൻഷൻസ്, അങ്ങനെയുള്ള ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകൾ. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള വാക്ക് തർക്കം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ മാതാവിനും ആരോഗ്യപരമായിട്ടുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വാഹനങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത്
മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം, അങ്ങനെ കുടുംബത്ത് ചെറിയ ഐശ്വര്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ, അത് നിമിത്തം നിങ്ങൾക്ക് മാനസികപരമായിട്ട് അങ്ങനെ ടെൻഷൻസ് കൂടാനും അങ്ങനെയുള്ള വിഷമങ്ങൾ കൂടി നിൽക്കാനുമുള്ള സാധ്യതകൾ ഫ്രണ്ട് സർക്കിൾസ് വഴി അതിനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് ചെറിയ രീതിയിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയപ്പോഴും നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള, സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, നിങ്ങളുടെ ആ ഒരു സംസാരം മിതത്വ ഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക. അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ സംസാര നിമിത്തം, പ്രത്യേകിച്ച് ഒഫീഷ്യലി പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരം. സാമ്പത്തികപരമായിട്ട് നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റിയ ഒരു വാരമാകും. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമാണ്. കുടുംബദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പിതാവിന് ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. ഭാഗ്യപരമായിട്ട് നല്ല സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്, വളരെ ഉത്തമമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഡീലിങ്സ്, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ഒരു ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴുള്ള ഉണ്ടാവുന്ന ആ ഒരു പാളിച്ചകൾ ഫിനാൻഷ്യൽ ലോസിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മാതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു വാരം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഡീലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സരസ്വതി ദേവി കടാക്ഷം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠനത്തിലുള്ള ഒരു മികവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ
അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സരസ്വതി ദേവി നിത്യവും പ്രാർത്ഥിക്കുക, സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ പ്രാർത്ഥനാവേളയിൽ കുടുംബദേവിയെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. ശിവ പഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഇങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലിയിൽ ഔദ്യോഗികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വാരം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന, നല്ല രീതിയിൽ പഠിക്കാൻ ആ ഒരു പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള നല്ല രീതിയിലുള്ള റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, ബിസിനസ് റിലേറ്റഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഭദ്രകാളി മന്ത്രം, ഗായത്രി മന്ത്രം, ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്, ഈ മന്ത്രം നിത്യവും ജപിക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുക. ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മാനസികപരമായിട്ട് കൂടുതൽ ടെൻഷൻസ് കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട് കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം കാണിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ഉള്ള അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള, സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കലഹ സാധ്യതകൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പുറത്ത് ഉള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഉണ്ടാകാൻ, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ആരോഗ്യപരമായി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറുന്നു. നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. ജോലിയിലുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. എങ്കിലും ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അങ്ങനെ നേരിടുകയാണെങ്കിൽ നിത്യവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ നെറ്റില് വീഡിയോസ് അതുപോലെ ഓഡിയോസ് കാണും, അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അങ്ങനെയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഹനുമാൻ സ്വാമി കടാക്ഷം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും.
അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പക്ഷേ ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യവും ശിവപഞ്ചാക്ഷരം, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തി നാളികേരം ഉടച്ച് കറുകമാല സമർപ്പിക്കുന്നതും ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സഹായകരമാവുന്നതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഈ ഒരു വാരം നേരിടുന്നതാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് കാൽമുട്ടിന് അസ്വസ്ഥത, നടുവിന് വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. അതുപോലെ പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. ഔദ്യോഗികപരമായിട്ട് പൂർണ്ണമായിട്ടും തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ ബിസിനസ് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വാരമാകും. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ല വാരമാണ്. നിത്യവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമാണ്. നല്ല പഠന മികവോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ വാരം. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് കബഡിയിൽ കണ്ടത്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള വാരമായിരിക്കും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടുള്ള ഹനുമാൻ സ്വാമി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. പുതിയതായിട്ട് ക്ലയൻസ് കാര്യങ്ങൾസൊക്കെ വളരെ നല്ല രീതിയിലുള്ള ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നിത്യവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഉത്തമമായിരിക്കും. ശനീശ്വര മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ മുൻപോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു വാരം. നിങ്ങളുടെ സംസാര മിതത്വ ഭാവത്തോടു കൂടി മുൻപോട്ട് പോവുക. സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുടുംബത്തെ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ സ്റ്റുഡൻസിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെയുള്ള മടി, അലസതകൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതിയും ലക്ഷ്മി ദേവിയും കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് വളരെ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, നടുവിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ മാതാവിനും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ ഫലം, വാരഫലം. എന്റെ ചാനൽ
MSV ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് അങ്ങനെ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈൻ വഴി കൺസൾട്ടിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പാപഗ്രഹ വീക്ഷണങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിംഗ് വഴി കവടി പ്രശ്നത്തിലൂടെ അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.